വെറുപ്പിൽ വിരിഞ്ഞ പ്രണയം ഭാഗം 4. പിറ്റേന്ന് കോളേജിലെത്തിയ ലേയും റനിയും കൂടി ക്യാൻറ്റീനിൽ പോയി ഒരു കോഫി കുടിക്കാമെന്ന് കരുതി അവർ കോഫി ഓർഡർ ചെയ്ത് ഒഴിഞ്ഞ ഒരു ടേബിളിൽ പോയിരുന്നു. കുറച്ച് സമയം സംസാരിച്ചിരുന്നപ്പോഴാണ് കോഫി റെഡിയായത്. റനിയാണ് അത് വാങ്ങാൻ പോയത്. കോഫി വാങ്ങി വരുമ്പോഴാണ് ഷഹാനയും ഫ്രണ്ട്സും അങ്ങോട്ട് വരുന്നത്. അവർ എന്തൊക്കെയോ സംസാരിച്ച് വരുന്നത് കൊണ്ട് തന്നെ റനിയെ കണ്ടിരുന്നില്ല. ഇത് നല്ലൊരു അവസരമായി എടുത്ത് റന ഷഹാനയെ അറിയാത്തതുപോലെ തട്ടി ദേഹത്തോട്ട് കോഫി ഒഴിച്ചു. നീ എന്താടി കാണിച്ചത്? ഷഹാന റനയുടെ നേരെ ചീറി. ഓ സോറി, ഞാൻ അറിയാതെ പറ്റിപ്പോയതാ, റന ചിരിയടക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ അവളിത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് അവളുടെ ആ മുഖം കണ്ടപ്പോൾ തന്നെ ഷഹാനയ്ക്ക് മനസ്സിലായി. നിന്നേന്ന് ഞാൻ. ദേഷ്യം വന്ന ഷഹാന അടുത്ത ടേബിളിലിരുന്ന ഒരു ജ്യൂസ് എടുത്ത് റനിയുടെ ദേഹത്തോട്ടും ഒഴിച്ചു. ഇതൊക്കെ കണ്ട ലിയ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് അവൾ റനിയെയും കൂട്ടി നടന്നു. നിനക്ക് എന്തിൻ്റെ കേടാ മോളെ? നീ എന്തിനാ അവളുമായി വെറുതെ വഴക്കിന് നിൽക്കുന്നത്? ലിയ ചോദിച്ചു. നിനക്കവളെ പേടിയാണെന്ന് കരുതി എനിക്കങ്ങനെയല്ല. ഞാനെന്തിനാ അവളെ പേടിക്കുന്നേ? പക്ഷേ നിന്നെപ്പോലെ ഇങ്ങനെ ആരോടും വഴക്കുണ്ടാക്കാൻ എനിക്കിഷ്ടമല്ല. നീ ഒന്ന് നോക്കടി അവളുടെ കോലം. ഇപ്പം നല്ല രസമില്ലേ അവളെ കാണാൻ? ഷഹാനയെ ചൂണ്ടി ചിരിച്ചുകൊണ്ടവൾ ചോദിച്ചു. അപ്പോൾ നിന്റെ കോലമോ? റനിയെ നോക്കി ലിയ ചോദിച്ചു. അവളുടെ ഡ്രസ്സിൽ കോഫി, നിൻ്റെയിൽ ജ്യൂസ്. റനിയെ കളിയാക്കിക്കൊണ്ട് ലിയ പറഞ്ഞു. അതിനിപ്പോൾ എന്താ, എൻ്റെ ബ്ലാക്ക് ഡ്രസ്സല്ലേ. നീ അവളെ നോക്കിയേ, ആ വൈറ്റ് ഡ്രസ്സിന് എന്തിനു കൊള്ളാം. 1 അല്ല 2 കപ്പ് കോഫിയാ. ചിരിച്ചുകൊണ്ടവൾ പറഞ്ഞു. മതി മതി, നമുക്ക് പോയി ഇത് വാഷ് ചെയ്യാം. ലിയ റനിയെ കുട്ടി വാഷ്റൂമിലേക്ക് പോയി. എന്നാൽ ഷഹാന ആവട്ടെ ആകെ വിഷമത്തിലായിരുന്നു. ഇന്നലെ അവളുടെ പിണക്കം മാറ്റാനായി ഷാനു കൊണ്ടുകൊടുത്ത ഡ്രസ്സായിരുന്നു അത്. ഏറെ മോഹിച്ചു കിട്ടിയതുകൊണ്ട് തന്നെ അത് നാശമായതിൽ അവൾ കരഞ്ഞുപോയി. എന്നാൽ ലിയയ്ക്ക് വേണ്ടിയാണ് റന ഇത് ചെയ്തതെന്നാണ് ഷഹാന കരുതിയത്. അതുകൊണ്ട് തന്നെ മുമ്പത്തേക്കാളേറെ അവൾക്ക് ലിയയോട് വെറുപ്പും ദേഷ്യവും തോന്നി. കോളേജിൽ നിന്ന് വന്ന ഉടനെ റന നടന്ന കാര്യങ്ങൾ റിയാനോട് പറഞ്ഞു. നീ ആടി പെൺകുട്ടി, അവൾക്ക് അങ്ങനെ തന്നെ വേണം. റിയാന് ഒരുപാട് സന്തോഷമായി. അവനെ ലിയയോട് തൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ ഒരു അവസരം വേണമെന്ന് കരുതി. റന, നമുക്കിന്ന് രാത്രി ബീച്ചിലൊക്കെ കറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നാലോ? അത് കേൾക്കേണ്ട താമസം. പെണ്ണ് ഫുൾ ഓണായി. എന്നാൽ ഞാൻ പോയി വേഗം നോട്ട്സൊക്കെ എഴുതി തീർക്കട്ടെ, അവൾ ആവേശത്തോടെ പറഞ്ഞു. അല്ലടി, നീ കറങ്ങാൻ പോകുമ്പോൾ നിന്റെ ഫ്രണ്ടിനെയും കൂടെ കൂട്ടിക്കൂടെ? അവൻ ഒരു ഏറെറിഞ്ഞു നോക്കി. അത് നല്ല കാര്യമാണ്. അവൾക്ക് ബീച്ചെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവളെ വിളിച്ചു പറയട്ടെ. അവത് കേട്ടതോടെ റിയാനും ഹാപ്പിയായി. അവർ റെഡിയായി നേരെ ലിയയുടെ വീട്ടിലെത്തി. ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള ഒരു ടോപ്പും ജീൻസുമാണ് അവൾ ഇട്ടിരുന്നത്. ഷാള് ചുറ്റാതെയാണുള്ളത്. അതുകൊണ്ട് തന്നെ പാറിപ്പറക്കുന്ന മുടിയിഴകളെ ഒതുക്കി വെച്ചുകൊണ്ടാണ് അവൾ നടന്നു വരുന്നത്. ആ കാഴ്ചയിൽ തന്നെ ചെക്കൻ ഫ്ലാറ്റ്. അല്ലാ, എനിക്ക് കൺട്രോൾ തരണേ. അവൻ അവനെ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ഡ്രൈവിങ്ങിനിടയിലും അവൻ്റെ നോട്ടം അവളിലായിരുന്നു. നീ ഇതെവിടെ നോക്കിയാ ഓടിക്കുന്നത്? ഉമ്മ ചോദിച്ചു. അപ്പോഴാണ് അവൻ ഫ്രണ്ടിൽ ഉമ്മയുള്ളതോർത്തത്. പിന്നെ നേരെ നോക്കി നല്ല കുട്ടിയായി ഡ്രൈവ് ചെയ്തു. എന്നാലും ഇടയ്ക്കൊക്കെ അവളെ ഒളികടന്നിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ബീച്ചിലെത്തിയ ഉടനെ രണ്ടുപേരും നേരെ തിരയിലേക്കോടി. പരസ്പരം വെള്ളം തെറിപ്പിച്ചും ഓടിക്കളിച്ചും നടക്കുന്നവരെ നോക്കി റിയാനും ഉമ്മയും കുറച്ച് മാറിയിരിക്കുകയാണ്. കുറച്ചു സമയത്തിന് ശേഷം അവർ റിയാനെയും ഉമ്മയെയും വെള്ളത്തിലേക്ക് ഇറക്കാനായി കൂട്ടിക്കൊണ്ടു പോകാൻ വന്നു. എന്നാൽ ഉമ്മാക്ക് വെള്ളം കാണുന്നത് പേടിയാണ്. ഞാനില്ല മക്കളെ, നിങ്ങൾ 3 കൂടി കളിച്ചോ, ഉമ്മ അവരോടായി പറഞ്ഞു. എന്നാ ഇക്കവാ, റനിയും ലിയയും കൂടി അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പോഴാണ് ഉമ്മ ലിയയുടെ കാലിലെ പാദസരം കാണാനില്ലാത്തത് ശ്രദ്ധിച്ചത്. മോളെ, നിന്റെ പാദസരം എവിടെ? അല്ലാ, ഇതെവിടെ പോയി? ലിയ ആകെ പേടിച്ചു. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഉപ്പ വാങ്ങിത്തന്നതാ. അതെങ്ങാനും കിട്ടിയില്ലെങ്കിൽ ഇന്ന് അടി ഉറപ്പാ, അവൾ വിഷമത്തോടെ പറഞ്ഞു. വാ, നമുക്ക് തിരിഞ്ഞു നോക്കാം, ഇവിടെ എവിടെയെങ്കിലും കാണും. റിയാൻ അവളെ സമാധാനിപ്പിച്ചു. അവർ തിരച്ചിൽ ആരംഭിച്ചു. ലിയ, ഞാൻ ഇവിടെ നോക്കാം. നീ നമ്മൾ നേരത്തെ ഓടിക്കളിച്ച സ്ഥലത്തൊക്കെ പോയി നോക്ക്, റന പറഞ്ഞു. ശരി, ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ. ലിയ നേരെ അവർ ഓടിയ ഭാഗത്തേക്ക് നടന്നു. അപ്പോഴാണ് ഒരാൾ താഴെ വീണ് കിടക്കുന്ന തൻ്റെ പാദസരം എടുത്തു നോക്കുന്നത് കണ്ടത്. അതെൻ്റെയാണ്, അയാളുടെ അടുത്ത് ചെന്നവൾ പറഞ്ഞു. ഇതാ. അയാൾ അവൾക്ക് നേരെ അത് നീട്ടി. അപ്പോഴാണ് അവർ പരസ്പരം മുഖത്തോട്ട് നോക്കിയത്. ഷാനു, താനെന്താ ഇവിടെ? അവൾ ചോദിച്ചു. ഓഫീസിലിരിക്കുമ്പോഴാണ് ഷഹാന ഇന്ന് കോളേജിൽ വെച്ച് നടന്ന കാര്യങ്ങൾ പറഞ്ഞത്. അത് കേട്ടതോടെ ലിയോടുള്ള അവളുടെ വെറുപ്പ് കൂടി എന്നവന് മനസ്സിലായി. എന്നാൽ അത് ഓർക്കും തോറും അവൻ്റെ മനസ്സ് അസ്വസ്ഥമാകുന്നു. അവളെപ്പറ്റി ഓർക്കില്ല എന്ന് കരുതിയാലും കണ്ണടക്കുമ്പോഴൊക്കെ ആ പൂച്ചക്കണ്ണുകൾ മാത്രമാണ് മുന്നിൽ.
തനിക്കവൾ ആരാണെന്ന് അവന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. താൻ അവളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന തോന്നലായിരുന്നു അവന്. എന്നാൽ മോളുവിനത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവളെ ഇനി ഓർക്കില്ലെന്നും കാണില്ലെന്നും മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. എങ്കിലും വീട്ടിലെത്തിയ ലിയയെക്കുറിച്ചുള്ള പരാതി കേൾക്കേണ്ടി വരും. അത് വീണ്ടും അവളെ ഓർക്കാനുള്ള കാരണമാകുമെന്നോർത്ത് അവൾ ഉറങ്ങിക്കഴിഞ്ഞു പോകാമെന്ന് കരുതി സമയം കളയാൻ വന്നതായിരുന്നവൻ. എന്നാൽ ആരെ മറക്കാനാണോ താൻ ഇങ്ങോട്ട് വന്നത്, ആ ആൾ തന്നെ ഇപ്പോഴിതാ മുന്നിൽ വന്ന് നിൽക്കുന്നു. താനെന്നാ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കുന്നേ? അത് പിന്നെ ഞാൻ വെറുതെ, അവൻ പറഞ്ഞൊപ്പിച്ചു. അവളുടെ കയ്യിൽ പാദസരവും കൊടുത്ത് തിരിച്ച് നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടുത്തമിട്ട് അവൾ അവനോടായി ചോദിച്ചു, ഇയാൾക്കിത് എന്തു പറ്റി? ഒന്നും മിണ്ടാതെയും പറയാതെയും പോകാൻ? എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്, അവൻ പറഞ്ഞു. ഈ രാത്രിയിൽ എന്ത് തിരക്കാ? വാ, അവിടെ റനിയും ഫാമിലിയുണ്ട്, ഞാൻ പരിചയപ്പെടുത്തി തരാം. വേണ്ട, താൻ പോയി എൻജോയ് ചെയ്തോ, നമുക്ക് പിന്നെ കാണാം. എന്നാൽ ഷാനുവിൻ്റെയും റനിയുടെയും പിണക്കം മാറ്റാൻ ഇതാണ് പറ്റിയ അവസരമെന്ന് കരുതിയ ലിയ അവനെ കൈപിടിച്ച് വലിച്ചുകൊണ്ട് അവർക്കരികിലേക്കായി നടന്നു. ഒരു 2 മിനിറ്റ് മതി, ഇതും പറഞ്ഞ് നടക്കുന്നവളെ പിന്നെ തടയാൻ അവനായില്ല. അവളുടെ കൂടെ അവൻ അവർക്കരികിലെത്തി. ലിയയുടെ കൂടെ മറ്റാരോ വരുന്നത് കണ്ട് മനസ്സിലാവാതെ നിൽക്കുകയായിരുന്നു റണിയും റിയാനും. ആളെ മനസ്സിലായ റണയ്ക്ക് ദേഷ്യം വന്നു. ഇവരെന്താ ഇവിടെ? ആരാ റനാത്? റിയാൻ ചോദിച്ചു. ഇതാണാ മറ്റവൻ. അത് കേട്ട റിയാനും ദേഷ്യം വന്നു. അപ്പോഴേക്കും ലിയയും ഷാനുവും അടുത്തെത്തിയിരുന്നു. ഇക്ക, ഇത് ഷാനു, അവൾ പരിചയപ്പെടുത്തി. ആ മറ്റവളുടെ ഏട്ടനല്ലേ? പുച്ഛത്തോടെ റിയാൻ പറഞ്ഞു. അത് കേട്ട ഷാനുവിന് ആകെ കലിപ്പ് കയറി. അവന് ദേഷ്യം വരുന്നെന്ന് മനസ്സിലാക്കിയ ലിയ പറഞ്ഞു, അതൊക്കെ പോട്ടെ, ദാ എൻ്റെ പാദസരം കെട്ടി, ഷാനുവിനാ കിട്ടിയത്, അവൾ പറഞ്ഞു. നീ ഇങ്ങ് വന്നേ, നമുക്ക് പോകാം. അതും പറഞ്ഞവൻ ലിയയുടെ കൈപിടിച്ചു നടന്നു. എന്നാൽ അധികാരത്തോടെ അവളുടെ കൈപിടിച്ചു നടക്കുന്നവനെ കാണേ അവൻ്റെ ദേഷ്യം ഇരട്ടിച്ചു. അല്ലെങ്കിലും അവൾ എൻ്റെ ആരാ? അവൾ ആരുടെ കൂടെയെങ്കിലും പോവട്ടെ, അവൻ അവനോട് തന്നെ പറഞ്ഞു. പിന്നീട് അവിടെ നിൽക്കാൻ അവനും തോന്നിയില്ല. നേരെ വീട്ടിലേക്ക് പോയി. ഇക്ക് എന്താ ഈ കാണിച്ചേ? ഷാനു എന്താ വിചാരിച്ചിട്ടുണ്ടാവാ? നിങ്ങളെയൊക്കെ പരിചയപ്പെടാനല്ലേ ഞാൻ അവനെ കൂട്ടി വന്നത്, എന്നിട്ടിപ്പോൾ ഇൻസൾട്ട് ചെയ്തതുപോലെ ആയില്ലേ, അവൾ വിഷമത്തോടെ പറഞ്ഞു. അവൻ എന്ത് വിചാരിച്ചാലും നിനക്കെന്താ? അവൻ്റെ പെങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരാണ്ടാണോ? ഇനി മേലാൽ അവനോട് സംസാരിച്ചു പോകരുത്, മനസ്സിലായോ? ആദ്യമായാണ് റിയാൻ ദേഷ്യത്തിൽ സംസാരിക്കുന്നത് അവൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ പേടിച്ചു പോയി അവൾ. നിന്നോടാണ് പറഞ്ഞത്, മനസ്സിലായോ? വീണ്ടും അവൻ ചോദിച്ചപ്പോൾ ആ എന്നവൾ തലയാട്ടി. പിന്നീട് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോയി. അതുവരെയും ആരും പരസ്പരമൊന്നും സംസാരിച്ചില്ല. കിടക്കുമ്പോഴും അവളുടെ മനസ്സിൽ റയാന് ദേഷ്യം വരാൻ മാത്രം എന്താ ഉണ്ടായത് എന്ന ചിന്തയായിരുന്നു. അതുപോലെ ഷാനുവിനെ ഓർത്തും അവൾ വല്ലാതായി. അവൻ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? അവനെ ദേഷ്യമായി കാണുമെന്ന് ഉറപ്പാണ്. പിറ്റേന്ന് റനിയെയും കൂട്ടി റിയാൻ ലിയയുടെ വീട്ടിലെത്തി. അല്ല, ഇതെന്താ രണ്ടാളും കൂടെ? മോളിന്ന് കോളേജിൽ പോകുന്നില്ലേ? ഉമ്മ ചോദിച്ചു. പോകുന്നുണ്ട്, ഇക്ക ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു, അപ്പോൾ അവളെയും കൂട്ടാമെന്ന് കരുതി. ആണോ? മക്കളിരിക്കെ, ഞാൻ അവളെ വിളിക്കാം. ഉമ്മ ലിയയെ വിളിക്കാൻ പോയി. മോളെ, ഇതാ റെന വന്നിട്ടുണ്ട്, നീ റെഡിയായില്ലേ? ആ ഉമ്മ, ഞാനിതാ വരുന്നു, അവൾ റെഡിയായി താഴെ വന്നു. അല്ലടി, നീ എന്താ ഇങ്ങോട്ട്? ലിയ റെനയോട് ചോദിച്ചു. അത് പിന്നെ ഇക്ക ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അല്ല, നിന്റെ ഇക്ക കൂടെ ഉണ്ടോ? ലിയ ഞെട്ടലോടെ ചോദിച്ചു. അതിനെന്താ നിനക്കിതൊരു ടെൻഷൻ? എൻ്റെ ഇക്ക നിന്നെ പിടിച്ച് തിന്നൊന്നുമില്ല. അതിന്നലെ എനിക്ക് മനസ്സിലായി, നെടുവീർപ്പെട്ടുകൊണ്ട് ലിയ പറഞ്ഞു. അത് പിന്നെ അവനെ കണ്ടതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇക്ക പറഞ്ഞതിൽ എന്താ തെറ്റ്? നീ എന്തിനാ അവനോടിങ്ങനെ അടുക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് രണ്ടാക്കും അവനോട് എന്താ ഇത്ര ദേഷ്യം? ലിയ ചോദിച്ചു. അപ്പോഴേക്കും പുറത്ത് കാറിൻ്റെ ഹോൺ മുഴങ്ങി. അല്ല, ഇക്ക വിളിക്കുന്നു, നീ വാ. റന മുന്നിലാണ് ഇരുന്നത്. ലിയ മിററിലൂടെ റയാനെ ഒന്ന് നോക്കി. ഇന്നലെ കണ്ടതുപോലെ ദേഷ്യമൊന്നുമില്ല ആ മുഖത്ത്, ചെറിയൊരു ചിരിയുണ്ട് താനും. അത് കണ്ടപ്പോൾ തന്നെ പെണ്ണിന് പകുതി ആശ്വാസമായി. കാറിൽ നിന്നിറങ്ങി നടക്കാൻ തുടങ്ങിയ ലിയെ റയാൻ വിളിച്ചു. സോറി, ഞാൻ ഇന്നലെ തന്നോട് കുറച്ചധികം ചൂടായി, അവൻ പറഞ്ഞു. സാരമില്ലിക്ക, എനിക്ക് മനസ്സിലായി എന്നോടുള്ള സ്നേഹം കൊണ്ടാ ഇക്ക അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. സ്നേഹം കൊണ്ടാണെന്ന് കേട്ടപ്പോൾ റിയാൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. തൻ്റെ പ്രണയം അവൾ തിരിച്ചറിഞ്ഞു എന്നവൻ കരുതി.